തോൽക്കണം എന്നല്ല പറയണേ, പെട്ടെന്ന് ശ്രദ്ധിക്ക്. വെറും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്ലേ ഓഫ് കയറാം. അപ്പം നമ്മൾ രണ്ട് കൂട്ടർക്കും അല്ലല്ലാത്ത രീതിയിൽ ഈ കളി ഞങ്ങളുടെ സമനിലയിൽ പിരിയാം. ദേ അതൊന്നും നോക്കണ്ട, പിള്ളേർ വെറുതെ ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് എഴുതിയിട്ടാണ്. ചെയ്തില്ലാത്തൊരു ഉപകാരമല്ലേ. അത് ഇത്രയൊക്കെ അപമാനം നേരിടേണ്ടി വന്നിട്ടും ഫാൻസിന് വേണ്ടി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ സീസണിൽ അവർക്കൊന്ന് തലയുയർത്താൻ പോലും നമ്മൾ അവസരം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ലാസ്റ്റ് ചാൻസാണിത്. ഇത്ര നേരം ഞാൻ മര്യാദക്കാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അറിയാലോ, ചാമ്പ്യന്മാരാണ്. കൊച്ചിയിലിട്ട് നിങ്ങളെ തീർക്കാന്ന് പറയുന്നത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. വെറുതെ എന്തിനാണ്? പണ്ടത്തെ നമ്മുടെ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് പിള്ളേർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവൻ്റെ പോരാട്ടത്തിന് വീര്യം കൂടിയാണ്. അതുപോലുള്ളൊരവസ്ഥയിലാണ്. അതുകൊണ്ട് ഈ കളി നീയൊന്നും ജയിക്കില്ല. ഈ മത്സരം ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ സീസൺ അവസാനിക്കുന്നതിന് മുമ്പ് ആരാധകർ നേരിട്ട ഹ്യൂജ് ഹ്യൂമിലിയേഷന് ഒരു മറുപടിയെങ്കിലും കൊടുക്കണമെന്ന മട്ടിലിറങ്ങി മരിച്ചു കളിച്ച് തന്നെയാണ് ഈ മത്സരം വിജയിക്കുന്നത്. മിനിമം ഒരു പോയിന്റെങ്കിലും നേടി പ്ലേ ഓഫ് ഉറപ്പിക്കാനായിട്ട് കൊച്ചിയിലേക്ക് എത്തിയ മുംബൈക്ക് ഈ ഒരു മത്സരം ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. സോ അത്രയും ഇന്റൻസ് ആയി ഈ ഒരു മത്സരത്തെ സമീപിച്ചിട്ടും അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ എത്രമാത്രം ടഫ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇത് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ തോറ്റു കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച ഒരു സ്ട്രോങ് മെന്റാലിറ്റി ഉള്ള ഒരു ടീമിനെ നമുക്ക് ഇന്ന് ഗ്രൗണ്ടിൽ കാണാൻ സാധിച്ചു. കുറെ ബാക്ക് പാസുകളും കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ ആയിട്ടുള്ള ഒരു ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതി ആരംഭിച്ചു. മത്സരത്തിന്റെ 50-ാം മിനിറ്റിൽ മുംബൈ ബോക്സിനകത്ത് ഒരു കൂട്ടിയിടിയിൽ സെന്റർ ബാക്ക് ആയിട്ടുള്ള തിരി ഒരു നിമിഷം ഗ്രൗണ്ടിന് പുറത്തേക്കൊന്ന് പോയി. ആ ഒരൊറ്റ നിമിഷം കൃത്യമായി മുതലെടുത്ത് കോറു സിംഗിന്റെ മേലെ തട്ടിത്തെറിച്ച് വന്ന പന്ത് പെപ്പറയുടെ ഇൻഡിവിജ്വൽ ഫിസിക്കൽ അബിലിറ്റി കൊണ്ട് ഒരു ഇമ്പോസിബിൾ ആംഗിളിൽ നിന്നുള്ള ഒരു പവർഫുൾ ഷോട്ട്. ഗോൾ കീപ്പറിന്റെ മേലെ തട്ടി വലയിലായ ആ പന്ത് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയ ഗോളായി മാറി. പക്ഷെ ആ ഒരു ഗോളിന് ശേഷവും മത്സരത്തിന്റെ വേഗത പ്രതീക്ഷിച്ചത്ര വർദ്ധിച്ചിരുന്നില്ല. എന്നാൽ 72-ാം മിനിറ്റിൽ നോവ സദോയ് എന്ന് പറയുന്ന പ്ലെയർ കളത്തിലേക്ക് ഇറങ്ങും. അവിടെ മുതൽ ആ മത്സരത്തിന്റെ ഗ്രാഫ് തന്നെ മാറി. ഒരു ഇൻട്രസ്റ്റിംഗ് ഫേസിലേക്ക് ആ മത്സരം കടന്നു കഴിഞ്ഞു. ഒപ്പം ഈ ഒരു മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ടുള്ള ഐമൻ, പുള്ളിയുടെ ഒരു ഇൻഡിവിജ്വൽ ഡ്രിബിളിംഗ് ഉണ്ടായിരുന്നു, പ്യൂർ ക്ലാസ്. അങ്ങനെ ഒരു പ്ലെയർ മാത്രമല്ല, മത്സരം സ്റ്റാർട്ട് ചെയ്തവരും സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയവരും എല്ലാം അഴിഞ്ഞാടിയ മത്സരം. എല്ലാത്തിനും അപ്പുറം ഈ ഒരു മത്സരത്തിൽ അവസാന നിമിഷം ഗോൾ ലൈൻ സേവ് നടത്തിയ ബിഗാ ഷുംനാമാണ് ഞെട്ടിച്ചു കളഞ്ഞത്. വിക്രം പ്രതാപിന്റെ ഷുവർ ഗോൾ എന്ന് ഉറപ്പിച്ച ഒരു ഷോട്ട് അവിശ്വസനീയമായിട്ടാണ് ബിഗാ ഷുംനാം സേവ് ചെയ്തത്. അതല്ലെങ്കിൽ ഈ ഒരു മത്സരത്തിന്റെ ചിത്രം തന്നെ വേറൊന്നായേനെ. ഈച്ച് ആൻഡ് എവറി സബ്സ്റ്റിറ്റ്യൂഷൻസ് വെർ ഓൺ പോയിന്റ്. അപ്പം മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി ഈ ഒരു മത്സരത്തിൽ മരിച്ചു കളിച്ച് വിക്രം പ്രതാപിനെയും അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. മുംബൈ സ്ക്വാഡിൽ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിനെ പലതവണ വിറപ്പിച്ച ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ അത് വിക്രം പ്രതാപ് മാത്രമാണ്. അപ്പം ഈ ഒരു മത്സരത്തിൽ ഒരു പെനാൽറ്റി ഇൻസിഡന്റ് കൂടെ ഉണ്ടായിരുന്നു. ബ്രാൻഡന്റെ ക്രോസ് ഐബന്റെ കയ്യിൽ തട്ടി, അത് ക്ലിയർ പെനാൽറ്റിയാണ്. പക്ഷേ സർപ്രൈസിംഗ്ലി റഫറി കൊടുത്തില്ല. ഒരു ഗുണമില്ലാത്ത സമയത്ത് റഫറിമാർ നമുക്ക് വേണ്ടി പണിയെടുക്കും. സീസണിന്റെ അവസാന ഘട്ടമാണ്, വളരെ ക്രൂഷ്യൽ മൊമെന്റ് ആണ്, മുംബൈക്ക് വിജയിക്കേണ്ടുന്ന ഒരു ക്രൂഷ്യൽ പോയിന്റ് ആണ്. അത് റഫറി കാരണം നഷ്ടമാകും. പക്ഷെ അതിൽ റിഗ്രറ്റ് ഇല്ല, കാരണം കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വിജയ ഗോളാണ് റഫറി ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചത്. എന്തായാലും മുംബൈ സിറ്റി എഫ് സിക്ക് ഇനി പ്ലേ ഓഫ് ഉറപ്പിക്കാൻ അവസാന ജീവൻ മരണ പോരാട്ടം ബാംഗ്ലൂർ എഫ് സിക്കെതിരെ നേരിടേണ്ടതുണ്ട്. ബ്ലാസ്റ്റേഴ്സിന് ഇനി ഹൈദരാബാദ് എഫ് സിയുമായിട്ടുള്ള ഒരു മത്സരം കൂടെ അവശേഷിക്കുന്നുണ്ട്. സോ അതിനൊക്കെ മുമ്പ് ഒരു ബിഗ് ടീമിനെതിരെ വിജയിച്ച് ബ്ലാസ്റ്റേഴ്സ് ഹോം മത്സരത്തിൽ ഒരു ഹാപ്പി എൻഡിങ് നൽകിയിരിക്കുകയാണ്. സോ ഈ ഒരു മത്സരം വിജയിക്കാൻ വേണ്ടി ചത്ത് കളിച്ച ഓരോ പ്ലേയേഴ്സിനും പരിശീലകനും വീണ്ടും നന്ദി. എന്തായാലും ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വീഡിയോ തീർച്ചയായും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാം.